കേരള PSC 2024 LDCക്ക് കോട്ടയം കോഴിക്കോട് ജില്ലകളെ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ 6:38. 6ന്റെ സ്ക്വയർ എന്താണ്? 36. 36നോട് 2 കൂട്ടിയതാണ് എന്ത് ഇവിടെ കിട്ടുന്ന 38 അല്ലേ. അതേപോലെ ഇനി ഓപ്ഷൻ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11:123. 11ന്റെ സ്ക്വയർ എന്താണ്? 121 അല്ലെ. 11ന്റെ സ്ക്വയർ എന്താണ്? 121. 11ന്റെ സ്ക്വയർ 121. ഈ 121നോട് 2 കൂട്ടിയപ്പോൾ എന്ത് കിട്ടുന്നത്? 123 കിട്ടുന്നത്. അതേപോലെ ഇനിയിപ്പം ഓപ്ഷൻ ഡി നോക്കുമ്പോൾ 15:227. 15ന്റെ സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 225 പ്ലസ് 2 ചെയ്യുമ്പോഴാണ് 227 കിട്ടുന്നത്. അതാണ് ഇവിടെകൾ. എന്നാൽ നമ്മുടെ ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ ബി ആൻസർ ഓക്കെ 9:85. 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 81 ആണ്. 81നോട് 2 കൂട്ടുമ്പോൾ എത്രയാണ്? 83 ആണ് വരേണ്ടത്. എന്നാൽ ഇവിടെ ആൻസർ തന്നിട്ടുള്ള 85 ആണ്. സോ എന്താണ്? ഒറ്റക്കൊമ്പൻ മലയിറങ്ങി എന്ന് പറയുന്ന ഈ ഒറ്റയാൻ ഏതാണ്? 9:85. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72ാമത്തെ ക്വസ്റ്റ്യൻ. 162 + 72 ഹരിക്കണം 9 ബ്രാക്കറ്റ് ഇൻറ്റു 3/2 × 1 + 12/4. ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് ഇതൊക്കെ കൺസിഡർ ചെയ്യുക. 72/9 അത് 168 + 72/9 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 3/2 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് 1 + 12/4 4 + 12 4 + 12 16/4 ഈക്വൽ ടു 168 + 24/2 × 4 ഈക്വൽ ടു 168 + 24/8. അപ്പോൾ എത്രയാണ്? 168ഉം 24ഉം 192/8 ചെയ്യുമ്പോൾ ഓപ്ഷൻ എ 24 ആണ് കിട്ടുക. ഇനി അടുത്ത് താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ നമ്മൾ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഇതിൽ ഏറ്റവും ചെറുത് 6.10 ഒന്നുകൂടി ഉണ്ട് 6.10 അത് കഴിഞ്ഞ് 6.10 കഴിഞ്ഞ് 6.15 അത് കഴിഞ്ഞ് 6.18 6.20 6.20 രണ്ടെണ്ണം 6.20 6.20 അത് കഴിഞ്ഞ് 6.21 6.21 6.25. ഓക്കെ. ഇനി ഇതിൽ നടുക്കത്തെ ടേം സെൻറ്ററിലുള്ള ടേം ഏതാണ്? ആകെ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 8 നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നടുവിലത്തെ ടേം കണ്ടെത്താൻ 8/2 or 8/2 8/2 + 1. അപ്പോൾ എത്രയാണ്? 4ാമത്തെ ടേമും പിന്നെ 5ാമത്തെ ടേമും 4ാമത്തെ ടേമും 5ാമത്തെ ടേമും 1 2 3 4 5. അതായത് 6.18 മീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. മീഡിയൻ എന്ന് പറയുന്നത് 6.18 + 6.20/2 ചെയ്താൽ കിട്ടുന്ന ആൻസറാണ്. അപ്പോൾ എത്രയാണ് വരിക? 12.38/2. 12.38 എന്ന് പറയുമ്പോൾ 6.19 ആണ് ആൻസർ. 6.19 ഓപ്ഷൻ ഡി ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കോഡാണ്. ഒരു കോഡ് വൈറ്റ് 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വൈറ്റ് WHITE എന്നത് JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ എഴുതുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ജെയും ഡബ്ല്യുവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ജെയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് അല്ലെങ്കിൽ ഡബ്ല്യു നിന്ന് ജെയിലേക്ക് എങ്ങനെയാണ് ദൂരം, എങ്ങോട്ടാണ് ദൂരം എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്താണ്? ജെ കഴിഞ്ഞിട്ട് 13 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എന്ത് ഡബ്ല്യു വരുന്നത് അല്ലേ. ജെ കഴിഞ്ഞിട്ട് 13 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഡബ്ല്യു വരുന്നത്. ഇനി അടുത്തത് യുവും എച്ചും തമ്മിൽ എവിടെ നിന്ന് എങ്ങോട്ടാന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല. എച്ച് കഴിഞ്ഞിട്ടാണ് യു എന്നുള്ളത് അറിയാം. അപ്പം IJKLMNOPQRSTU എച്ച് കഴിഞ്ഞ് യുയിലേക്ക് 13 ടൈം കഴിയണം. എച്ച് കഴിഞ്ഞിട്ട് 13. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഐയും
ഐയിൽ നിന്ന് 13 ലെറ്റർ. ഇനി ടിയും ജിയും നോക്കുമ്പോൾ എവിടെ നിന്നാണ്? ജിയിൽ നിന്നാണ് ടിയിലേക്കുള്ളത്. ഐയും വിയും നോക്കുമ്പോൾ ഐ കഴിഞ്ഞിട്ടാണ് വി. എച്ച് JKLMNOEQRSTUV. അപ്പൊ എത്രയാ? ഇവിടെയും 13 ലെറ്റർ അല്ലെ? ടി ജിയിൽ നിന്നാണ് ടിയിലേക്കുള്ളത്. ഓക്കെ, ഇതും 13 ലെറ്റർ കഴിഞ്ഞിട്ടാണ്. ഇനി ഇയിൽ നിന്നായിരിക്കും ആറിലേക്ക് ഉണ്ടാവുക 13 ലെറ്റർ. ഓക്കെ, ഇതേപോലെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് എന്താണ്? ബ്ലാക്ക് BLACK എന്ന് പറയുന്നത് ഈ സംഭവം 13 വെച്ചിട്ട് തന്നെ ആയിരിക്കും. ആദ്യം ഇവിടുന്ന് 13 ലെറ്റർ കഴിഞ്ഞിട്ടുള്ള ഏത് ടൈമാണുള്ളത്? O അല്ലേ? ഓക്കെ, ഫസ്റ്റ് O വരുന്നു. ഇനി ഈ L കഴിഞ്ഞിട്ട് L കഴിഞ്ഞിട്ട് ഏത് ലെറ്റർ ആണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. L കഴിഞ്ഞിട്ട് MNOPQRSTUVWXY അല്ല വരുന്നത്? Y ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്തത് A ആണ്. A കഴിഞ്ഞ് BCDEFGHIJKLMN അല്ലേ? LM. ഇവിടെ ആദ്യത്തെ 3 ടൈം എത്തിക്കണേ. എല്ലാം കൂടി ഇനി നോക്കിയിട്ട് കുറെ ടൈം നിങ്ങളത് കളയേണ്ട കാര്യമില്ല. OYN OX വരുന്ന അപ്പോൾ ഇതല്ല. OYM വരുന്ന അപ്പോൾ ഇതുമല്ല. OYM ഇതുമല്ല. ഓപ്ഷൻ C ആണ് ആൻസർ. അപ്പൊ എന്തായിരിക്കും? OYN അടുത്ത് PX ആയിരിക്കും. അത് ചെക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. അതുകൊണ്ട് എന്താ 1-നും 50-നും ഇടയ്ക്ക് 1-നും 50-നും ഇടയ്ക്ക് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1-നും 50-നും ഇടയ്ക്ക് എന്താണ് ക്വസ്റ്റ്യൻ? ഇടയ്ക്ക് വരുന്ന രട്ടസംഖ്യയുടെ തുക. 1-നും 50-നും ഇടയ്ക്ക് എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. എന്താണ് ഇതിൽ 50 വരുമോ എന്നുള്ളത്? ഇരട്ടസംഖ്യ എന്നാണല്ലോ 50. അപ്പൊ എന്തായാലും എന്താണ് നമ്മളിവിടെ 50 വരെ ഉള്ളത് എടുക്കുന്നുള്ളൂ. അപ്പൊ 48 വരെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 2 4 6 8 48 വരെ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അതിനെന്താണ് 48 ഈക്വൽ ടു x1 2 പ്ലസ് n-1 ഇൻറ്റു ഡി എത്ര? 2. അതായത് എന്താണ് x1 എന്ന് പറയുന്നത് 2 ആണ്, d എന്ന് പറയുന്നത് 2 ആണ്. n കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാണ് പറയാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ 48 46 2n - 2 48 2n n എന്ന് പറയുന്നത് 24. n എന്ന് പറയുന്നത് 24 കിട്ടിയ സ്ഥിതിക്ക് തുക കാണാനാണ്. തുക എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് ലാസ്റ്റ് ആണ് അല്ലേ? x1 പ്ലസ് എക്സ് ലാസ്റ്റ് ആണ്. n/2 എത്ര? 24/2. അതാണ് 24/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് എന്താണ്? 2 പ്ലസ് എക്സ് ലാസ്റ്റ് 48 ഈക്വൽ ടു 24 ഇൻറ്റു 25. ആൻസർ 600 ആണ് വരിക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ചുറ്റളവ്. അതിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ചുറ്റളവ് കാണാൻ 2 ഇൻറ്റു L+B. വിസ്തീർണം അതായത് ഏരിയ കാണാൻ എന്താണ്? ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും ആണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ചതുരം കൺസിഡർ ചെയ്യുക. എന്താണ്? ഒരേ ചുറ്റളവ് വേണം അല്ലെ? ഈ വാല്യൂ സെയിം ആയിരിക്കണം. ഈ വാല്യൂ ഡിഫറെന്റ് ആവണം. അതായത് ഒന്നിന് കൂടുതലും ഒന്നിന് കുറവും വരണം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു കേസ് എന്ന് പറയുന്നത് രണ്ട് അത് നീളവും വീതിയും എന്താണ്? സെയിം ആവണം. സപ്പോസ് ഞാനിവിടെ 5 എന്ന് എടുത്തു വിചാരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ 2 ഇൻറ്റു L+B അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഇതിന്റെ വിസ്തീർണം എന്താണെന്നുള്ളത് നമ്മൾ നോക്കാണ്. അതായത് എന്താ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 25 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതേ ചുറ്റളവ് വരണം. അതായത് ഇവിടെ എന്താണ്? സെയിം വാല്യൂ, അതായത് ഈ 20 തന്നെ വരണം. 20 തന്നെ വരാനും വേണ്ടിയിട്ട് എല്ലാം കൂട്ടുമ്പോൾ 20 തന്നെ വരാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 6 4 എടുക്കാന്ന് വിചാരിക്കുക. ഇവിടെ 6 ഇവിടെ 4. ഇപ്പൊ എന്താണ്? ചുറ്റളവ് സെയിം ആണ്. എന്താണ്? ചുറ്റളവ് 20 തന്നെയാണ് അല്ലേ? 20 തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? വിസ്തീർണം എന്താണ്? 24 ആണ്.
ഇപ്പൊ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ഏറ്റവും കൂടുതൽ വിസ്തീർണം ഏതിനാണ്? ഈ 25 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ചതുരം ഏതാണ്? 5 5 നീളവും വീതിയും 5 5 വന്നതാണ്. അപ്പൊ അതിന്റെ ബന്ധം എന്താണ്? നീളവും വീതിയും തുല്യമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ? 3,8, 3,8, 15, 15, 24 എക്സെട്ര എക്സെട്ര. അപ്പൊ ഇവിടെ 8 നിന്ന് 3 വയ്ക്കുമ്പം 5 15 നിന്ന് 8 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരാ? 7. 24 നിന്ന് 15 കുറയ്ക്കുമ്പോൾ 9. ഓക്കെ. അപ്പം അതേപോലെ ഈ 5 എന്ന് 7 എടുക്കുമ്പോൾ 2 2 ഇവിടെ കോമൺ ആയല്ലോ. ഇനി അടുത്തതും എന്തായാലും ഈ തമ്മിലുള്ള ഡിഫറൻസ് 2 അതിനർത്ഥം എന്താണ്? 9 ഇവിടെ 11 വരുന്നത്. ഈ 11 24 ആഡ് ചെയ്യുമ്പോൾ ഏകദേശം എത്രയാണ് വരിക? 35 ആൻസർ വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഈ ഒരു ഡിസ്കഷന്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ 125/8 റേസ് ടു 2/3 ഇൻറ്റു 16/625 റേസ് ടു 1/2. അതിന്റെ ആൻസർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്യാൻ എന്ത് ചെയ്യാ? 125 റേസ് ടു 1/3 മാത്രം, അതായത് ഈ 2 നമ്മൾക്ക് ഇവിടെ വെക്കുക. അപ്പം ഏതോ ഒരു നമ്പർ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 125 എഴുതുന്നത്. ആ നമ്പർ ഏതാണ്? 5. അതേപോലെ 8 ഏതാണ്? 2. റേസ് ടു 2. ഓക്കെ. ഇൻറ്റു അതേപോലെ ഏതോ ഒരു നമ്പർ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 16ഉം 625 വരുന്നത്. 16 വരുന്നത് എപ്പോഴാണ്? 4 ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് 625 25 ചെയ്യും. ഇനി ഇത് സോൾവ് ചെയ്യുമ്പം 25/4 ഇൻറ്റു 4/25 ഒക്കെ കട്ട് ചെയ്യുന്നു. അപ്പൊ ആൻസർ 1 ആണ്. ഓപ്ഷൻ എ ആണ്. ഇതാണ് LDC കോട്ടയം ജില്ലയിൽ ചോദിച്ചിരുന്നത്. മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെന്നുള്ള ഈ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞിട്ട് അതൊന്നുകൂടി പറയുമോ എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പം ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും. സോ ബൈ.